ടു ഗ്രോ യു മസ്റ്റ് സഫർ. വളരാൻ നിങ്ങൾ വേദന സഹിച്ചേ മതിയാകൂ. ദി പെയിൻ യു ഫീൽ ടുഡേ ഈസ് ദ പവർ യു ഫീൽ ടുമോറോ. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വേദനയാണ് നാളത്തെ നിങ്ങളുടെ ശക്തി. ഓർക്കുക, നിങ്ങൾ തളരില്ല. നിങ്ങൾ ഒരു ലക്ഷ്യത്തിനു പിന്നാലെ പോകുന്നു. നിങ്ങൾ പരാജയപ്പെട്ടാലും നിങ്ങൾ വീണ്ടും എഴുന്നേൽക്കുന്നു. വീണ്ടും വീണ്ടും ശ്രമിക്കുന്നു. വീണ്ടും വീണ്ടും പരാജയപ്പെടുന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പാക്കുക, യു നെവർ ഫെയിൽ ടു ട്രൈ. നിങ്ങൾ ശ്രമിക്കുന്നതിൽ ഒരിക്കലും പരാജയപ്പെടുന്നില്ല. നിങ്ങൾക്കൊരു കാര്യത്തിനോട് ആഴമായ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളൊരു വഴി കണ്ടെത്തും. ഇഫ് യു വാണ്ട് ഇറ്റ് ബാഡ് ഇനഫ്, യു ഫൈൻഡ് എ വേ. ഈ യാത്രയുടെ മറുവശം കാണണമെങ്കിൽ നിങ്ങൾ വേദന സഹിച്ചേ മതിയാകൂ. വളരാൻ നിങ്ങൾ സഹിക്കണം. ടു ഗ്രോ യു മസ്റ്റ് സഫർ. വളരാൻ നിങ്ങൾ തീർച്ചയായും കഷ്ടപ്പെട്ടേ മതിയാകൂ. ഈ സത്യം നിങ്ങൾ മറക്കരുത്. ആരോഗ്യകരമായ കാര്യങ്ങൾ വളരും. ആരോഗ്യവാനായ ഒരാൾ വളരും. പക്ഷേ വളർച്ചയ്ക്ക് ഭയങ്കരമായ വേദനയുണ്ടാകും. വളർച്ചയ്ക്ക് വേദനയുണ്ട്. അതുകൊണ്ട് ധൈര്യമായി മുന്നോട്ടു പോകുക. നിങ്ങൾ ഏറ്റവും മികച്ച വ്യക്തിയായി മാറുന്ന യാത്രയിൽ നിങ്ങൾക്കിഷ്ടമുള്ള പല കാര്യങ്ങളോടും വിട പറയേണ്ടിവരും. ഇത് ശരിക്കും അൺകംഫർട്ടബിൾ ആണ്. പക്ഷേ വളരണമെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തേ പറ്റൂ. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും എളുപ്പമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. വളർച്ച പ്രതിഫലം നൽകുന്നതിനു മുമ്പ് വേദനിപ്പിക്കും. റിമെമ്പർ ദിസ്. ഇത് ഓർക്കുക. ചിരിക്കുന്ന മുഖം. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വേദന നാളത്തെ നിങ്ങളുടെ സൂപ്പർ പവറായി മാറും. വളരാൻ നിങ്ങൾ സഹിച്ചേ പറ്റൂ. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഓടി ഒളിക്കാനും കഴിയില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുമാത്രം, റൈസപ്പ് അഗെയിൻ. വീണ്ടും എഴുന്നേൽക്കുക. വീണ്ടും എഴുന്നേൽക്കുക എന്നതുമാത്രമാണ്. ഒരു തവണ വീണാൽ 2 തവണ എഴുന്നേൽക്കുക. എല്ലാവർക്കും വിജയം വേണം. പക്ഷെ ആരും വേദന സഹിക്കാൻ തയ്യാറല്ല. വിത്തൌട്ട് സഫറിംഗ് ദർ ഈസ് നോ സക്സസ്. കഷ്ടപ്പാടില്ലാതെ വിജയമില്ല. അതിനാൽ ഇപ്പോൾ സഹിക്കുക. ബാക്കി ജീവിതം ഒരു ചാമ്പ്യനെപ്പോലെ ജീവിക്കുക. ഇറ്റ്സ് നോട്ട് എ ഗെയിം. ഇതൊരു കളിയല്ല. ഓരോ ദിവസവും നിങ്ങൾ എഴുന്നേറ്റ് ജോലി ചെയ്യണം. ഓരോ ദിവസവും നിങ്ങൾക്ക് കഴിയുന്നതെല്ലാം നൽകണം. നിങ്ങളുടെ ഭാവി നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് പുതിയ ജീവിതം വേണം. പുതിയ ബന്ധങ്ങൾ വേണം. നിങ്ങൾക്ക് പണവും സ്വാധീനവും വേണം. പക്ഷെ നോബഡി വാണ്ട്സ് ടു സഫർ. ആരും കഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. വേദനയില്ലാതെ ഒന്നും നേടാൻ കഴിയില്ല. സോ പുട്ട് ദ പെയിൻ ഇൻ. ഇപ്പോൾ സഹിക്കുക. വിജയം വരുന്നത് കാണുക. അങ്ങേയറ്റം അസ്വസ്ഥരായിരിക്കുന്നതിൽ എനിക്ക് ആശ്വാസമുണ്ട്. അതാണ് എന്റെ സന്തോഷം. ഈ യാത്രയിൽ ഞാൻ ഒരിക്കലും പിന്മാറിയിട്ടില്ല എന്ന ബോധമാണ് എന്റെ ശക്തി. നേടാൻ കഴിയുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾക്ക് പിന്നാലെ മാത്രമേ ദുർബലർ പോകുകയുള്ളൂ. വിജയിക്കുമോ എന്ന് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക. ട്രൈ സംതിങ് ന്യൂ. നിങ്ങൾക്കൊരു മാറ്റം വേണമെങ്കിൽ പുതിയ കാര്യങ്ങൾ ശ്രമിക്കുക. അവിടെയാണ് വളർച്ച വരുന്നത്. ഇന്ന് നിങ്ങൾ അച്ചടക്കത്തോടെ വേദന സഹിച്ചാൽ നാളെ റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല. നിങ്ങൾ സഹിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ ആൻഡ് ബോഡി ഒരുമിച്ച് ചേർന്നാൽ നിങ്ങൾക്ക് ഈ ലോകത്ത് എന്തും ചെയ്യാൻ കഴിയും. എല്ലാവർക്കും അതിനുള്ള കഴിവുണ്ട്. ബട്ട് വിൽ യു ഡു വാട്ട് ഇറ്റ് ടേക്സ്? പക്ഷേ അതിനാവശ്യമായത് നിങ്ങൾ ചെയ്യുമോ? അതാണ് വ്യത്യാസം. യെസ്, ഐ വിൽ ഡു വാട്ട് ഇറ്റ് ടേക്സ്. യെസ്, ഐ വിൽ ഡു വാട്ട് ഇറ്റ് ടേക്സ് എന്ന് പറയുക. നിങ്ങൾ ആരായിരുന്നു എന്നതിന്റെ പേരിൽ നിങ്ങൾ ഇപ്പോഴും അങ്ങനെയായിരിക്കാൻ യാതൊരു ബാധ്യതയുമില്ല. നോ ഒബ്ലിഗേഷൻ ടു ബി ഹൂ യു വർ 5 minutes എഗോ. 5 മിനിറ്റ് മുമ്പ് നിങ്ങൾ ആരായിരുന്നുവോ ആ വ്യക്തിയായി തുടരാൻ നിങ്ങൾക്ക് ഒരു ബാധ്യതയുമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മാറാൻ സാധിക്കും. നിങ്ങൾ നിങ്ങളെത്തന്നെ ഏറ്റവും മികച്ചവനാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ തകർക്കാൻ ഒരു എതിരാളി എപ്പോഴുമുണ്ടാകും. വിശ്വാസമാണ് അതിനെ മറികടക്കാനുള്ള ഏറ്റവും നല്ല വഴി. നിങ്ങൾക്ക് വേദനയെ ഒരു ഇന്ധനമായി ഉപയോഗിക്കാൻ കഴിഞ്ഞാലോ? അത് നിങ്ങളെ കൂടുതൽ ഉയരങ്ങളിലെത്താൻ പ്രേരിപ്പിക്കും. കൂടുതൽ ദൂരം കുതിക്കാൻ സഹായിക്കും. വേഗത്തിൽ ഓടാൻ പ്രേരിപ്പിക്കും. വാട്ട് ഇഫ് ദ പെയിൻ കുഡ് മേക്ക് യു ബെറ്റർ? വേദന നിങ്ങളെ കൂടുതൽ മികച്ചവനാക്കാൻ കഴിഞ്ഞാലോ? വേദന നിങ്ങളെ മെച്ചപ്പെടുത്താൻ കഴിയുമെങ്കിൽ തീർച്ചയായും വേദന നിങ്ങളെ മെച്ചപ്പെടുത്തും. വേദന സഹിക്കുന്നത് എങ്ങനെ മോശമാകും? എല്ലാവരും സുഖകരമായി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഈ ലോകത്ത് എന്തുകൊണ്ട് നിങ്ങൾക്ക് അൺകംഫർട്ടബിൾ ആയിരിക്കുന്ന ഒരാളായിക്കൂടാ? എന്തുകൊണ്ട് ഒരിക്കലും പിന്മാറാത്ത, ഒരിക്കലും നിർത്താത്ത ഒരാളായിക്കൂടാ? സ്റ്റേ ഹാർഡ്. പെയിൻ ഈസ് ടെമ്പററി, റിഗ്രറ്റ് ഈസ് ഫോർ എവർ. പെയിൻ ഈസ് ടെമ്പററി, റിഗ്രറ്റ് ഈസ് ഫോർ എവർ. ഈ നിമിഷത്തെ കഷ്ടപ്പാട് നിങ്ങൾ ഒഴിവാക്കിയാൽ ജീവിതകാലം മുഴുവൻ പരാജയപ്പെട്ടതിനെക്കുറിച്ച് നിങ്ങൾ ദുഃഖിക്കേണ്ടിവരും. ഓർക്കുക, നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒരു വെറും ആഗ്രഹം മാത്രമല്ല, അത് നിങ്ങൾ തീർച്ചയായും നേടേണ്ട ഒരു സത്യമാണ്. ഓരോ തവണ നിങ്ങൾ വീഴുമ്പോഴും നിങ്ങൾ പരാജയപ്പെടുകയല്ല, മറിച്ച് വിജയം എന്തായിരിക്കരുത് എന്ന് പഠിക്കുകയാണ്. നിങ്ങളുടെ ജീവിതം ഒരു മാസ്റ്റർപീസാണ്. അതിലെ ഓരോ വേദനയും ആ മാസ്റ്റർപീസിന്റെ പൂർണ്ണതയ്ക്കു വേണ്ടി നൽകുന്ന വിലയാണ്. നിങ്ങളിപ്പോൾ എടുക്കുന്ന ചെറിയ കഷ്ടപ്പാടുകൾ നാളെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വലിയ കാൽവെപ്പായി മാറും. ലോകം നിങ്ങളെ നോക്കി ചിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. നിങ്ങളുടെ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുക. ഫോക്കസ് നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ചാമ്പ്യൻ ഉണർന്നെഴുന്നേൽക്കട്ടെ.
നിങ്ങളുടെ പോരാട്ടം നിങ്ങൾക്കു വേണ്ടി മാത്രമല്ല, നിങ്ങളെ വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ്. ഇന്ന് സഹിച്ചാൽ നാളെ നിങ്ങൾ രാജാവിനെപ്പോലെ വാഴും. മുന്നോട്ടു പോകുക, നിങ്ങളുടെ ശക്തിയിൽ വിശ്വസിക്കുക. നിങ്ങൾ വിചാരിക്കുന്നതിലും ശക്തനാണ്. യു ആർ സ്ട്രോങ്ങർ ദാൻ യു തിങ്ക്. യു ആർ സ്ട്രോങ്ങർ ദാൻ യു തിങ്ക്.